ആലപ്പുഴയിൽ ദമ്പതികളുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ആഭരണങ്ങൾ കവർന്ന കേസിൽ പിടിയിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കാസർഗോഡ് സ്വദേശി രാജ്മോഹനാണ് കേസിലെ പ്രതി. ആലപ്പുഴ കൈതവന കണിയാക്കുളം അപർണയിൽ സുദർശനെയും ഭാര്യ രത്നകുമാരിയെയും ആക്രമിച്ചാണ് പ്രതി സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇയാൾ കവർന്ന ആഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. നമ്മൾ ഈ പ്രതിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഈ റോബറി നടന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്ന ഒരു 1:30 മണിയോടുകൂടിയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സൗത്ത് SHO വിനീഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇവിടെ വരികയും ഈ പരിക്ക് പറ്റിയ സുദർശനൻ എന്ന റിട്ടയർഡ് കെയർ ഫുഡ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ CCTV കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി. കൃത്യസമയത്ത് പ്രതി മൊബൈൽ ഫോണൊന്നും ഉപയോഗിച്ചതായിട്ട് മനസ്സിലാക്കിയില്ല. പിന്നെ ഇയാൾ വേറെ ഏതെങ്കിലും നേരത്തെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പും ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് ഉള്ള ഒരു മൊബൈലിൻ്റെ ലൊക്കേഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു പ്രതിയെക്കുറിച്ച് ഏതാണ്ടൊരു ഐഡിയ നമുക്ക് കിട്ടി. തുടർന്ന് നമ്മൾ CCTV കേന്ദ്രീകരിച്ചും കഴിഞ്ഞ നമുക്ക് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് പറ്റിയ പാളിച്ചകൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ കിട്ടിയിരുന്നു. അതിന്റെ ബേസിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളൊരു സ്ക്വാഡ് രൂപീകരിച്ച് SI മുജീബ്, നമ്മുടെ റിച്ചാർഡ്, ശ്യാം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നമ്മളൊരു പെട്ടെന്ന് തന്നെ ഒരു ടീം ഫോം ചെയ്ത് പിന്നെ അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ പ്രതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. ദമ്പതികൾ താമസിക്കുന്ന വീടിന്റെ മുകളിലത്തെ നില വാടകയ്ക്ക് നൽകുന്നതിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നൽകിയ പരസ്യം കണ്ടാണ് പ്രതി ആദ്യം വീട്ടിലെത്തിയത്. തിങ്കളാഴ്ച രാവിലെ വീണ്ടും വീട്ടിലെത്തിയ പ്രതി കാര്യങ്ങൾ സംസാരിച്ചു മടങ്ങിയെങ്കിലും ഉച്ചയോടെ വാടക കരാറുമായി എത്തി. കരാർ എഴുതാൻ സാക്ഷി വേണമെന്ന സുദർശനൻ ആവശ്യപ്പെട്ടതോടെ അടുത്തെത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി ഇരുവരുടെയും മുഖത്ത് എറിയുകയായിരുന്നു. ഇരുവരെയും ഭീഷണിപ്പെടുത്തി ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരിവാങ്ങിയ പ്രതി രത്നകുമാരിയെ മുറിക്കുള്ളിലേക്ക് വലിച്ചിഴച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും കവർന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ വലയിലാക്കിയത്. പ്രതി നേരത്തെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2 തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിരുന്ന പ്രതി 2 ആഴ്ച മുൻപാണ് ജയിൽ മോചിതനായത്.